കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 4. ആർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമഃ. നമുക്ക് അർത്ഥം നോക്കാം. അർക്കാനലാതി വെളിവ് എന്ന് പറഞ്ഞു. ഒക്കെ അർക്കാനലാതി വെളിവ് ഒക്കെ, അതായത് സൂര്യൻ, അർക്കൻ ച സൂര്യൻ, സൂര്യൻ, അനലൻ ചാൽ അഗ്നി, അഗ്നി മുതലായ പ്രകാശം നൽകുന്ന വസ്തുക്കളൊക്കെ, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും. അതെ, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു അതായത് അതൊക്കെ ഗ്രഹിക്കുന്ന ഒരു, അതായത് മീൻസ് അതിനെ കണ്ട് അത് വെളിച്ചമാണ്, പിന്നെ എന്താണ്, സൂര്യനാണ്, അഗ്നിയാണെന്ന് മനസ്സിലാക്കുന്ന ആ കണ്ണിന് കണ്ണ്, അതായത് ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, അതായത് അതിനെ ഗ്രഹിക്കുന്ന കണ്ണിന് കണ്ണായത് എന്നാണ്. അതായത് ഇവിടെ പുറത്തുള്ള ഈ ബാഹ്യനേത്രം നമ്മുടെ ഒരു ഉപകരണമാണ്. നേത്രേന്ദ്രിയം കൊണ്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെ ഗ്രഹിക്കുന്ന കണ്ണിന് കണ്ണായത് നേത്രേന്ദ്രിയാണ് ഈ വെളിച്ചത്തിനെ കണ്ടറിയണതാണ്. അല്ലേ? നമ്മളെ കണ്ണ് വേറൊരു ഉപകരണമാണ്. അല്ലെങ്കിൽ നോക്കൂ, പിന്നെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ കണ്ണ് പ്രവർത്തിക്കില്ല. മനസ്സ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കില്ല. ആ മനസ്സ് പ്രവർത്തിക്കണമെങ്കിലോ നമ്മുടെ ഉള്ളിലത്തെ ആ ചൈതന്യം വേണം. അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ പോണത്. അപ്പോൾ ആദ്യം ഇതിൽ പറയുന്നത് വെച്ചാൽ കണ്ണിന്, നമുക്കിത് കാണുന്ന ആ ഉപകരണത്തിന് നേത്രേന്ദ്രിയമാണ്, അതാണ് അതിനെ ഗ്രഹിക്കുന്ന കണ്ണിന് കണ്ണ്, അതാണ് ഈ നേത്രം, അല്ല ഈ ഇന്ദ്രിയാണ് അതിനെ അറിയണത് കേട്ടോ. പിന്നെയോ ആ ഇന്ദ്രിയത്തിനെ ആരാണ് പ്രവർത്തിപ്പിക്കണത്? മനമാകുന്ന കണ്ണ്, അതിനെയും കൂടി മനസ്സിലാക്കുന്ന മനസ്സാകുന്ന കണ്ണ്. ഇനിയോ ആ മനസ്സിനും ഒരു കണ്ണുണ്ട്. മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ എന്താ? അതിനു കണ്ണായിരുന്ന പൊരുൾ, അതായത് മനസ്സിൻ്റെയും കണ്ണായ ആ ജ്യോതിസ്വരൂപമായ പരബ്രഹ്മം, അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യം മനസ്സിനെയും കൂടിയും പ്രവർത്തിപ്പിക്കുക, മനസ്സിൻ്റെയും കൂടിയും കണ്ണാണെന്നർത്ഥം. അതാണല്ലോ മനസ്സിനെ പ്രവർത്തിപ്പിക്കണത്. എന്നിട്ടല്ലേ മനസ്സ് പ്രവർത്തിച്ചിട്ട് ഇന്ദ്രിയങ്ങൾ ഈ പുറത്തുള്ള കണ്ണ് എന്നുള്ള ഉപകരണം ഉപയോഗിച്ച് കാണുന്നു, അല്ലേ? അതാണ് ഇതിൽ പറഞ്ഞ. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് നമ്മുടെ അവസാനത്തെ കണ്ണ്, മീൻസ് എല്ലാറ്റിനും പുറകിലുള്ള കണ്ണ് ഏതാണ്? ആ ജ്യോതിസ്വരൂപമായിട്ടുള്ള പരബ്രഹ്മം. എന്നിട്ട് പിന്നെന്താ? താനെന്നുറയ്ക്കുമളവ് ആ ചൈതന്യം, ആ കണ്ണിൻ്റെ കണ്ണായിട്ടുള്ള ആ ചൈതന്യം, അല്ലെങ്കിൽ ആ ബോധസ്വരൂപം, ആ പരബ്രഹ്മം തന്നെ, പരബ്രഹ്മം ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പാവുമ്പോൾ, അതാണ് താനെന്നുറയ്ക്കും അളവ്. അതിങ്ങോട്ട് മനസ്സിലാവുമ്പോൾ ആ പരമാത്മ ചൈതന്യം ആണ് ഇതൊക്കെ പ്രകാശിപ്പിക്കണ, ആ പരമാത്മ ചൈതന്യം ഞാൻ തന്നെയാണ് എന്നുറപ്പാകുമ്പോൾ ആനന്ദമെന്ത്, പറയാൻ പറ്റാത്ത ആനന്ദം, അതെനിക്കുണ്ടാവണേ എന്ന് പറഞ്ഞിട്ടാണ് ഹരിനാരായണ ആയ നമ എന്ന് നമസ്കരിക്കണം. അല്ലെങ്കിൽ അതെനിക്ക് കിട്ടിയ പോലെയാണ് എഴുത്തച്ഛൻ പറയണത്. അപ്പോൾ ഇനി നമുക്ക് അത് കുറച്ച് എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് ചെയ്യാം. അതെന്താ വെച്ചാൽ പിന്നെ ഇത് വളരെ പിന്നെ അർത്ഥമുള്ള ഒരു ശ്ലോകമാണ്. എന്താ വെച്ചാൽ ഇതിൽ ശരിക്കും പറയാ വെച്ചാൽ ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഏകശ്ലോകി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരുടെ അറിയോ? ഈ ശങ്കരാചാര്യരുടെ വളരെ പ്രസിദ്ധമാണ് അത്. ആ ഏകശ്ലോകി ആ ശ്ലോകത്തിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിലത്തെ ഐഡിയ
എടുത്തിട്ടാണ് മലയാളത്തിൽ എഴുതിയിരുന്നതെന്ന് ബാലകൃഷ്ണൻ നായർ സാർ പറയുന്നുണ്ട്. ഞാൻ ആ ശ്ലോകം ഒന്ന് പറയാം, അത് പലരും കേട്ടിട്ടുണ്ടാവും. കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്രൗ പ്രദീപാധികം സ്യാദേവം രവിദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹിമേ ചക്ഷുസ്തസ്യ നിമീലനാദിസമയേ കിം ധീർധിയോ ദർശനേ കിം തത്രാഹമതോ ഭവാൻ പരമഹം ജ്യോതിസ്തദസ്മി പ്രഭോ. ഞാൻ എൻ്റെ നമുക്കിങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല, സംസ്കൃതം അല്ലേ, പക്ഷേ അതിൻ്റെ അർത്ഥം പറയാം. അതായത് ഗുരു ചോദിക്കുകയാണ്, ശിഷ്യ എന്ത് വെളിച്ചാണ് നീ കാണുന്ന ചോദിക്കുകയാണ്. അപ്പോൾ ശിഷ്യൻ പറയും, പകൽ സൂര്യനെയും രാത്രി ഞാൻ വിളക്കോ അഗ്നിന്നോ എന്താ വെച്ചാൽ പറയാം ഞാൻ കാണുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഗുരു ചോദിക്കും, എന്നാ സൂര്യനെയും അഗ്നിയും അറിയാൻ നിന്നെ സഹായിക്കുന്ന വെളിച്ചം അതേതാ? കണ്ണോണ്ടല്ലേ കാണുന്നത്? അത് എൻ്റെ കണ്ണാണ് പറയും ശിഷ്യൻ. കണ്ണോണ്ടാണല്ലോ കാണുന്നത്. കണ്ണടച്ചാൽ പിന്നെ എന്താ ഉള്ളത് ചോദിക്കും. അപ്പോൾ കണ്ണടച്ചാൽ പിന്നെ കണ്ണുകൊണ്ട് കാണില്ലല്ലോ. ഇന്ദ്രിയം പ്രവർത്തിച്ചാലും നമുക്ക് പറ്റില്ല, കണ്ണില്ലെങ്കിൽ കാണില്ല. കണ്ണിൻ്റെ ഇന്ദ്രിയം വർക്ക് ചെയ്യേണ്ട വെച്ചാലും കണ്ണില്ലെങ്കിൽ ആ ഉപകരണം വേണം, അതില്ല. അപ്പം ശിഷ്യൻ പറയും, കണ്ണടച്ചാൽ പിന്നെ മനസ്സിൽ നമുക്ക് കാണാമല്ലോ, എൻ്റെ മനസ്സാണുള്ളത് പറയും. അപ്പോൾ ഗുരു ചോദിക്കും, ആ മനസ്സിനെ കാണാൻ എന്ത് വെളിച്ചാണ് നിൻ്റെ ഉള്ളിലുള്ളതാ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശിഷ്യൻ പറയും, അത് ഞാൻ തന്നെയാണ് പറയും. അപ്പോൾ ഗുരു പറയും, അതുകൊണ്ട് ശിഷ്യ നീ തന്നെയാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന സ്വയം പ്രകാശ സ്വരൂപിയായ വെളിച്ചം. അപ്പോൾ ശിഷ്യൻ, ശരി, ഞാൻ തന്നെയാണ് പ്രകാശങ്ങളുടെ ഒക്കെ പ്രകാശമായി നിൽക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഐഡിയയാണ് ഇദ്ദേഹം എടുത്തിരിക്കുന്നതെന്ന് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ശരിക്കും. എന്താ അറിയോ, അർക്കനെയും അനലിനെയും അഗ്നിയൊക്കെ കാണുന്ന ആ കണ്ണിൻ്റെ പിന്നിൽ ഇന്ദ്രിയം, ഇന്ദ്രിയത്തിൻ്റെ പിന്നിൽ മനസ്സ്, ആ മനസ്സിൻ്റെ പിന്നിലാണ് ഈ പരബ്രഹ്മസ്വരൂപം, ജ്യോതിസ്വരൂപം. അത് ഞാൻ തന്നെയാണെന്ന്. അതാണ് ഇതിൻ്റെ ചുരുക്കം ശരിക്കും. അതായത് അപ്പോൾ നോക്കൂ, മനസ്സില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമോ? മനോഹി ഹേതു സർവേഷാം ഇന്ദ്രിയാണാം പ്രവർത്തനം എന്ന് ഒരു പ്രമാണം ഉണ്ടേ. അപ്പോൾ അത് മനസ്സില്ലെങ്കിൽ പറ്റില്ല. അങ്ങനെ സച്ചിദാനന്ദാത്മകമായിട്ട് അഖണ്ഡം, അതായത് മുറിവില്ലാത്ത ബ്രഹ്മം ഞാനാണ് എന്ന് ഉറപ്പാവാൻ വേണ്ടിയിട്ടാണ് അവസാനം ഹരിനാരായണനെ നമസ്കരിക്കുക എന്ന് പറയുന്നത്. അതായത് ഈ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആ സച്ചിദാനന്ദാത്മകമായിട്ട് അഖണ്ഡമായിരിക്കുന്ന ആ പരബ്രഹ്മം തന്നെ താനാണ് എന്നെനിക്ക് ഉറപ്പാവണം. അതിനു വേണ്ടി ഞാൻ ഹരിനാരായണനെ നമിക്കുന്നു എന്നാണ് അവസാന ഹരിനാരായണ പറഞ്ഞത്. അപ്പോൾ ഏകദേശം അർത്ഥം അതാണ്. അപ്പോൾ അവയവങ്ങൾ, നമ്മുടെ ഈ അവയവങ്ങളും എല്ലാ ഇന്ദ്രിയങ്ങളും, ഇപ്പോൾ കണ്ണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളതിൽ കൂട്ടണം. കണ്ണ്, മൂക്ക്, ചെവി, വായ, ത്വക്ക്, 5 എണ്ണമാണല്ലോ ജ്ഞാനേന്ദ്രിയം. അതായത് കണ്ണുകൊണ്ട് കാണും, മൂക്ക് കൊണ്ട് നമ്മൾ വാസനിക്കും, ചെവി കൊണ്ട് കേൾക്കും, നാവ് കൊണ്ട് രസം അറിയും, ത്വക്ക് കൊണ്ട് സ്പർശം അറിയും, അല്ലേ? അതൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെ കണ്ണെന്ന് പറഞ്ഞേ ഉള്ളൂ, അത് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ പുറത്തുള്ള ബാഹ്യമായിട്ടുള്ള അവയവങ്ങളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന നേത്രേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, എല്ലാം, സ്പർശനേന്ദ്രിയം, രസനേന്ദ്രിയം, എല്ലാ 5 ഇന്ദ്രിയങ്ങളെയും ഈ നമ്മുടെ ഈ പുറത്തുള്ള ബാഹ്യ അവയവങ്ങളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സും ഒക്കെ ജഡാണ്. എപ്പോൾ ആ മനസ്സിനെയും കൂടിയും പ്രവർത്തിപ്പിക്കുന്ന പരബ്രഹ്മം പ്രകാശിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം ജഡം. നോക്കി നോക്കൂ. അതായത് ആ പരമാത്മാവിൻ്റെ ചൈതന്യം ഇല്ലാച്ചാൽ മനസ്സ് ജഡം, മനസ്സില്ലാച്ചാൽ പിന്നെ ബാക്കിയൊന്നുമില്ല, ഇന്ദ്രിയങ്ങളും ഇല്ല. അപ്പം അല്ലേ മരിച്ച് കിടക്കുന്ന ഒരാൾക്ക് എല്ലാ അവയവങ്ങളും ഉണ്ട്, പക്ഷേ എന്തില്ല, ഒന്നും പ്രവർത്തിക്കില്ല. എന്താ കാരണം വെച്ചാൽ ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ആ പരമാത്മ ചൈതന്യം ഈ ദേഹത്തിനെ വിട്ടുപോയി.
അപ്പം മനസ്സും പ്രകാശിക്കുന്നില്ല. മനസ്സ് പ്രകാശിച്ചാലല്ലേ ഇന്ദ്രിയത്തിനെ പ്രകാശിപ്പിക്കുള്ളൂ. ഇന്ദ്രിയം പ്രവർത്തിച്ചാലല്ലേ ഈ അവയവമായിട്ടുള്ള കണ്ണിനെ പ്രകാശിപ്പിക്കുള്ളൂ. അപ്പം എന്തായി? ആ പരമാത്മ ചൈതന്യം വിട്ടുപോയാൽ അതാണ് എല്ലാറ്റിൻ്റെയും ആധാരം. അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സും ഇന്ദ്രിയങ്ങളും ഈ അവയവങ്ങളും ഒക്കെ വെറും ജഡാണ്. എപ്പോഴാണ് അത് ജഡ അല്ലാതെ ആവിരിക്കണത്? പ്രകാശമാനാവണത് ഈ സ്വയം പ്രകാശ സ്വരൂപനായിട്ടുള്ള ചൈതന്യം ഉള്ളപ്പോൾ. അതില്ലെങ്കിൽ വെറും ജഡം. അപ്പോൾ കണ്ണിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. എല്ലാ ഇന്ദ്രിയങ്ങളും ഇതുപോലെയാണ്. ഈ ചൈതന്യം തന്നെയാണ് ഈ പറഞ്ഞ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ്, സർവസാക്ഷിയാണ്, സർവവ്യാപിയാണ്. ആ സർവസാക്ഷിയും സർവവ്യാപിയും ഞാനാണെന്ന് ഇങ്ങോട്ട് ഉറച്ചാൽ പിന്നെ അതാ പറഞ്ഞ ആ പരമാനന്ദം, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പരമാനന്ദമായി. അത് ഞാനാന്ന് മനസ്സിലായാൽ പോരാ, അത് ഞാനാന്ന് അങ്ങോട്ട് അനുഭവമായാൽ. അപ്പോൾ അതിൽ വേറൊന്ന് നമുക്ക് പറയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാക്കാനൊരിതുണ്ട്. അതായത് ഈ മനസ്സിനെ കണ്ടറിയുന്ന വെളിച്ചം ആണല്ലോ, അതാണ് ഞാൻ എന്നല്ലേ. അപ്പം അതിന് ദൃക്കും ദൃശ്യം അങ്ങനെ നമുക്ക് വേർതിരിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ച് അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. എല്ലപ്പോഴും ദൃക്കും ദൃശ്യം, അതായത് ഒരാൾ കാണുന്ന ആളുണ്ടെങ്കിൽ ഒരു കാഴ്ചയുണ്ട് അല്ലേ, കാണപ്പെടുന്ന വസ്തുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു മേശയുടെ മുമ്പിലിരിക്കുകയാണ്. ഞാൻ ആണ് കാഴ്ചക്കാരൻ. ഞാൻ കാണപ്പെടുന്ന വസ്തു ഏതാണ്, അല്ലെങ്കിൽ കാഴ്ച ഏതാണ്? മേശ. ഞാൻ ദൃക്ക്, മേശ ദൃശ്യം. അപ്പം അത് നമുക്ക് നോക്കിയാൽ ഈ അനുഭവത്തിന് 3 സ്റ്റേജസ് പറയാം. അതായത് ഇപ്പോൾ കാണാൻ ആളില്ലാച്ചാൽ കാണപ്പെടുന്ന വസ്തുവിന് എന്താ പ്രസക്തി ഉള്ളത്? അതില്ല. പിന്നെ കാണാൻ ഒരാളില്ലാച്ചാൽ കാണപ്പെടുന്ന വസ്തുവിന് എന്താ പ്രസക്തി? ഇല്ലല്ലോ. അപ്പം നമുക്ക് നോക്കാം. ഈ കാണുന്ന അനുഭവത്തിന് നമുക്ക് കണ്ണന്നെ എടുത്താൽ കാണുന്ന അനുഭവത്തിന് ആദ്യത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ഇന്ദ്രിയം നമ്മുടെ ഈ അവയവമായിട്ടുള്ള കണ്ണിൽ കൂടെ കാണുന്നത്. അപ്പം ആ ഒരു സ്റ്റേജിൽ നമ്മുടെ നേത്രേന്ദ്രിയം, അതായത് കാണാനുള്ള ശക്തി, ആ നേത്രേന്ദ്രിയാണ് കാഴ്ചക്കാരൻ. കണ്ണ് കാഴ്ച, കണ്ണിൽ കൂടെ കാണുന്നത്. കണ്ണ് കാണുന്നുണ്ട്, എന്നിട്ട് കണ്ണ് വേറെ കാണുന്നുണ്ട് എന്ന് വെച്ചോളൂ. പക്ഷേ ഈ ഇന്ദ്രിയാണല്ലോ കാണിക്കണത്. അപ്പോൾ ഇന്ദ്രിയാണ് ഈ നമ്മുടെ പുറത്തുള്ള കണ്ണിൻ്റെ കാഴ്ചക്കാരൻ. കണ്ണ് കാഴ്ച, ദൃക്കും ദൃശ്യം, കണ്ണ്, ദൃക്ക്, ഇന്ദ്രിയം. ആദ്യത്തെ സ്റ്റേജിൽ അതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ എന്താ അറിയോ? ഈ മനസ്സുണ്ടെങ്കിലല്ലേ ഇന്ദ്രിയം പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ മനസ്സാണ് കാഴ്ചക്കാരൻ, ഇന്ദ്രിയം കാഴ്ച. ഇന്ദ്രിയങ്ങളെപ്പോലും കാണുന്നതാണ് മനസ്സ് അല്ലേ. അപ്പോൾ മനസ്സാണ് ദൃക്ക്, ഇന്ദ്രിയം ദൃശ്യം. അതായത് എല്ലാം ഇതുപോലെ തന്നെയാണ്. ഈ കാണുന്ന കാഴ്ചകളുടെ കാഴ്ചക്കാരനാണ് മനസ്സ്. ഈ ഇന്ദ്രിയങ്ങൾ മുഖാന്തരം കണ്ണ് കാണുന്നുണ്ടല്ലോ പലതും. ഇന്ദ്രിയങ്ങളുടെ ശക്തി വെച്ച്, ഇന്ദ്രിയങ്ങൾ കൊടുത്ത ശക്തിയോടുകൂടി കണ്ണ് കാണുന്ന കാഴ്ചകളുടെ ഒക്കെ കാഴ്ചക്കാരൻ ശരിക്കും മനസ്സാണ്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിലും ആ ഇന്ദ്രിയങ്ങളുടെയും അപ്പം ശരിക്കും പറയാച്ചാൽ മനസ്സായി രണ്ടാമത്തെ തലത്തിലത്തെ കാഴ്ചക്കാരൻ. ആദ്യത്തെ തലത്തിലത്തെ കാഴ്ചക്കാരൻ നേത്രേന്ദ്രിയം, കാഴ്ച കണ്ണ്. രണ്ടാമത്തേലത്തെ മനസ്സ് കാഴ്ചക്കാരൻ, ഇന്ദ്രിയം കാഴ്ച. ഇനി മൂന്നാമത്തെ അനുഭവം സ്റ്റേജ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ എന്ന ആ അഹംബോധം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ പരമാത്മ ചൈതന്യം ആണ് കാഴ്ചക്കാരൻ. അപ്പം അൾട്ടിമേറ്റ് കാഴ്ചക്കാരൻ ആരായി? ഈ സ്വയം പ്രകാശ സ്വരൂപിയായിട്ടുള്ള ഞാൻ എന്ന അഹംബോധം, അതാണ് അൾട്ടിമേറ്റ് കാഴ്ചക്കാരൻ. അപ്പോൾ ഇതന്നെയാണ് നമുക്ക് ഈ ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒക്കെ നമുക്ക് ഈ ജാഗ്രതയിൽ നമ്മൾക്ക് നമ്മുടെ എല്ലാ പ്രവൃത്തികളും
ചെയ്യിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് തോന്നില്ല അപ്പോൾ ഒരാളവിടെ സാക്ഷിയായിട്ടുണ്ടെന്ന് കേട്ടോ. പക്ഷേ ആ സമയത്തും ഈ പറഞ്ഞ ഞാൻ നമ്മൾ ചെയ്യണതൊക്കെ കാണുന്നുണ്ട്. ഇനി സ്വപ്നത്തിലാണെങ്കിലും അതെ, സ്വപ്നം കാണുന്ന നമ്മളെ കാണുന്ന ഉറങ്ങാതിരിക്കുന്ന ഞാൻ അപ്പോഴും ഉണ്ട്. അതാണ് ഈ പരമാത്മചൈതന്യം. ഇനി ഡീപ്പ് സ്ലീപ്പിലാണെങ്കിലും അതെ, ഞാൻ നമ്മൾ ഇപ്പോൾ പറയണ, അതായത് ദേഹാഭിമാനിയായിട്ടുള്ള ഞാൻ ഉറങ്ങുകയാണ്. പക്ഷേ അത് ഉറങ്ങാത്ത ഒരാൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ എന്ന ശുദ്ധബോധമാണ് ശരിക്കും എല്ലാറ്റിൻ്റെയും സാക്ഷി. എല്ലാം കാണുന്ന ദൃക് സാക്ഷി ആരാ? ഈ പരമാത്മ ചൈതന്യം, അല്ലെങ്കിൽ എന്താ പറയുക, ആ പരമബോധം എന്നോ എന്താ വെച്ചാൽ നമുക്കതിനെ പറയാം. അതായത് ആ എന്താ പറയുക, പരബ്രഹ്മം എന്നോ ജ്യോതിസ്വരൂപമായിട്ടുള്ള പരബ്രഹ്മം എന്നോ, അതാണ് എല്ലാം കാണുന്ന ദൃക്സാക്ഷി. കാരണം അതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, അല്ലേ? ആദ്യം നമുക്ക് ശരിയാണ്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയം കാഴ്ചക്കാരനായി, പിന്നെ മനസ്സ് കാഴ്ചക്കാരനായി, ആ മനസ്സിനെയും കാണുന്നതാണ് നമ്മുടെ ബോധരൂപം, അഹംബോധ എന്നുള്ളത്. അതാണ് മൂന്നാമത്തെ തലേ. അതായത് ഈ എന്നെ പ്രകാശിപ്പിക്കുന്നതായി, അതായത് അവസാനം പറഞ്ഞില്ലേ അഹംബോധം ഞാൻ എന്നത്, അതിനെ പ്രകാശിപ്പിക്കുന്നതായിട്ട് ഇവിടെ വേറെ ഒന്നുമില്ല. അതന്നെയാണ് ഞാൻ. ആ സ്വയം പ്രകാശ സ്വരൂപിയായിട്ട് എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ച് സർവസാക്ഷിയായി സർവവ്യാപിയായി നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യം തന്നെയാണ് ഞാൻ. അതറിയുന്നതിൻ്റെ ഒരാനന്ദം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ എന്നാണ് ഇതിൽ അദ്ദേഹം പറഞ്ഞതേ. അപ്പോൾ മനസ്സിനെയും കൂടിയും കണ്ടറിയുന്ന വെളിച്ചാണ് ഏത്? ഞാൻ എന്ന ശുദ്ധ സത്വ ബോധം. അത് ഇതിൽ പറയുമ്പോൾ എന്താണ്, ഇതിൽ ഈ അവനവനെന്നെ എഴുതണ എഴുത്തച്ഛനെന്നെ ഈ പരമാനന്ദം ഉണ്ടായി എന്ന പോലെയാണ് അദ്ദേഹം ഈ ശ്ലോകം എഴുതിയിട്ടുള്ളത്. അതിപ്പോൾ ഈ ജാഗ്രത സ്വപ്നം സുഷുപ്തിയൊക്കെ പറയുമ്പോഴുണ്ടേ, അതായത് നമുക്ക് ജാഗ്രതയിൽ പൂർണ്ണമായിട്ടും ദേഹാഭിമാനം ഉണ്ട്. അതായത് നമ്മൾ ഈ ദേഹമാണെന്ന് മുഴുവനും അഭിമാനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, അത് വളരെ കൺവിൻസിങ് ആണ്. എന്താ അറിയോ, നമ്മൾ ജാഗ്രതയിൽ ശരീരത്തിന് പറ്റാത്തതൊന്നും ചെയ്യില്ല. ഇപ്പോൾ ഞാൻ പറയാം, പോയിട്ട് നമ്മൾ പിന്നെ സമുദ്രം നീന്തി കിടക്കാൻ ശ്രമിക്കില്ല. നമുക്ക് പറ്റില്ല എന്നറിയാം. അല്ല, അങ്ങനെ ഒരു സാധാരണ നിലയ്ക്ക് ചെയ്യില്ല. ചിലർ പറ്റാത്തൊക്കെ ചെയ്തിട്ട് കഷ്ടത്തിലാവും. പക്ഷേ സാധാരണ നിലയ്ക്ക് നമ്മൾ ശരീരമാണെന്ന് തന്നെ വിചാരിക്കണം. അപ്പം നമ്മൾ ശരീരത്തിന് പറ്റുന്നതും ശരീരത്തിൻ്റെ പരിമിതികളോടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ നമ്മൾ സാധാരണ ചെയ്യുള്ളൂ. പക്ഷേ അപ്പോൾ അതായത് പൂർണ്ണമായിട്ട് ദേഹാഭിമാനം ഉണ്ടേ, നമ്മൾ മുഴുവൻ ശരീരം തന്നെ വിചാരിക്കണേ. അപ്പോൾ സമുദ്രം ചാടിക്കിടക്കാൻ നമ്മൾ സാധാരണ നിലയ്ക്ക് ശ്രമിക്കില്ല. ഈ ജാഗ്രതയിലത്തെ ദേഹാഭിമാനിയായിട്ടുള്ള എന്നെ വിശ്വം എന്നാ പറയുക കേട്ടോ, അങ്ങനൊരു പേരുണ്ട്. പിന്നെ സ്വപ്നത്തിലെങ്ങനെയുണ്ടോ തൈജസ് എന്ന് പറയും. ആ പേര് ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. എന്തും ചെയ്യാം സ്വപ്നത്തിൽ. നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊക്കെ നമ്മൾ പലതും ചെയ്യും. വളരെ അസംഭാവ്യമായിട്ടുള്ളത് ചെയ്യും, ഇല്ലേ? ഇപ്പോൾ സമുദ്രത്തിനെ നമുക്ക് വേണമെങ്കിൽ കയ്യിലെടുത്തു എന്ന് നമുക്ക് സ്വപ്നം കാണാം. നമ്മൾക്ക് സ്വപ്നത്തിൽ നമുക്ക് പർവ്വതം കയറുന്നതായിട്ട്, നമ്മൾ ഹിമാലയം കയറുന്നതായിട്ട് കാണാം, ഇല്ലേ? അതായത് അവനവൻ തന്നെ മനസ്സ്. അപ്പം എന്താ വെച്ചാൽ മനസ്സ് സൃഷ്ടിക്കുന്ന അനുഭവങ്ങളാണ്. നമ്മളുടെ മനസ്സ് തന്നെ സൃഷ്ടിച്ച അനുഭവങ്ങളാണ്. കാരണം നമുക്ക് ശരീരം അഭിമാനം മുഴുവനില്ലല്ലോ, ഉറങ്ങല്ലേ. അപ്പോൾ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയാണ്, ഡീപ്പ് സ്ലീപ്പ് അല്ലാന്നേ ഉള്ളൂ, സ്റ്റിൽ ഉറക്കത്തിലാണല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ശരീരാഭിമാനം ജാഗ്രതത്തെ പോലെ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ശരീരത്തിൻ്റെ പരിമിതികളൊന്നും ഓർമ്മിക്കാണ്ട് സ്വപ്നത്തിൽ നമ്മൾ സ്വയം സൃഷ്ടിച്ച അനുഭവങ്ങൾ അനുഭവിക്കുന്നു. അതായത് ഹിമാലയം കയറി, സമുദ്രം നീന്തി കിടന്നതൊക്കെ നമുക്ക് സ്വപ്നം കാണാം.
കാരണം എന്താ വെച്ചാൽ ആ ശരീരം ആണെന്നുള്ള പൂർണ്ണ ബോധമില്ലേ. പിന്നെ സുഷുപ്തിയിൽ എന്താ വെച്ചാൽ പ്രാജ്ഞൻ എന്നാണ് പറയുക കേട്ടോ. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നൊക്കെ അപ്പോൾ ആ ദേഹാഭിമാനിയായിട്ടുള്ള ഞാനിൻ്റെ പേരുകൾ. അതുപോട്ടെ. അപ്പോൾ ഈ സുഷുപ്തിയിൽ, അതായത് ഡീപ്പ് സ്ലീപ്പിൽ എന്താ വെച്ചാൽ പിന്നെ മനസ്സും പ്രവർത്തിക്കുന്നില്ല. അപ്പം എന്താ വെച്ചാൽ ഒരു പ്രപഞ്ച അനുഭവങ്ങൾ നമുക്ക് ഇല്ലേനും. പക്ഷേ ആ വിശ്വനെയും, അതായത് പിന്നെ എന്താണ് വിശ്വൻ എന്ന് പറഞ്ഞാൽ പിന്നെ ജാഗ്രതയിലത്തെ ദേഹാഭിമാനിയായിട്ടുള്ള എന്നെയും, തൈജസൻ സ്വപ്നത്തിലത്തെ ദേഹാഭിമാനിയായിട്ടുള്ള എന്നെയും, നല്ല ഡീപ്പ് സ്ലീപ്പിലെ ദേഹാഭിമാനിയായിട്ടുള്ള എന്നെയും ഒക്കെ ശരിക്കു പറയാച്ചാൽ സാക്ഷിയായിട്ട് ശരിക്കുള്ള ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാ അറിയോ, ആ ശരിക്കുള്ള ഞാൻ തന്നെയാണ് വിശ്വനായിട്ടും, അതായത് ജാഗ്രതത്തെ വിശ്വനായിട്ടും, സ്വപ്നത്തിലത്തെ തൈജസനായിട്ടും, സുഷുപ്തിയത്തെ പ്രാജ്ഞനായിട്ടൊക്കെ വേഷം കെട്ടുന്നതൊക്കെ ഈ ഈ ഈ ഒരു പിന്നെന്താണ് അതിലും അപ്പുറത്തുള്ള അവസ്ഥയിലെ, നാലാമത്തെ അവസ്ഥയിലെ ഈ പരമാത്മാവാണ്. അതാണ് തുരീയാവസ്ഥ എന്ന് പറയുന്നത്. ഈ ജാഗ്രവും സ്വപ്നവും സുഷുപ്തിയെയും കാണുന്ന, അതായത് ഈ പരമാത്മാവ് എല്ലാ അവസ്ഥയിലും ഉണ്ട്, എല്ലാ അവസ്ഥയും കാണുന്നുണ്ട്. അങ്ങനെയാണ്. അതായത് പിന്നെ അതായത് അതിന് തുര്യൻ എന്ന് പറയും. അപ്പം മറ്റേത് നമ്മൾ പറഞ്ഞൂല, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്ന് പറഞ്ഞു. ഇപ്പം തുരീയാവസ്ഥയിലത്തെ ആളെ തുര്യൻ എന്ന് പറയും. ഈ മൂന്നവസ്ഥകളിലും ഉള്ള പ്രപഞ്ചാനുഭവം ഈ നാലാമത്തെ അവസ്ഥയിലെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടും കൊണ്ടിരിക്കുന്ന പരമാത്മാവിനെ ബാധിക്കണമില്ല. ദേഹാഭിമാനിയായിട്ടുള്ള എന്നെ മാത്രമേ ഈ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയൊക്കെ ബാധിക്കുന്നുള്ളൂ. അതിലത്തെ അനുഭവങ്ങളും ഇപ്പോൾ ജാഗ്രതയിൽ നമുക്ക് ഭയങ്കര എന്തൊക്കെ അനുഭവങ്ങൾ, സുഖവും ദുഃഖവും അനുഭവമുണ്ട്. അതൊന്നും ഈ മൂന്ന് സ്റ്റേജസിനെയും കാണുന്ന തുര്യൻ, അതായത് തുരീയാവസ്ഥയിലത്തെ ആ ശക്തി, തുരീയാവസ്ഥയിൽ വർത്തിക്കുന്ന നമ്മുടെ ശരിക്കുള്ള ഞാൻ ഇതൊന്നും അനുഭവിക്കുന്നില്ല, ഇതൊന്നും ബാധിക്കണമില്ല. ഈ വിശ്വൻ്റെയും തൈജസൻ്റെയും പ്രാജ്ഞൻ്റെയും ആ മൂന്ന് ജാഗ്രത, സ്വപ്നം, സുഷുപ്തിയിലത്തെ അനുഭവങ്ങളൊന്നും ഈ തുരീയാവസ്ഥയിൽ നിൽക്കുള്ള ശരിക്കുള്ള എന്നെ ബാധിക്കണേയില്ല. അതാണ്. അപ്പം ഇതിൽ നമ്മൾ നേത്രേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തെ വിശ്വനായിട്ട് പറയാം, മനസ്സാകുന്ന കണ്ണിനെ തൈജസനായിട്ട് പറയാം, പ്രാജ്ഞൻ അതായത് സുഷുപ്തിയിൽ പിന്നെ പ്രപഞ്ചാനുഭവം ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിനെയൊക്കെ കണ്ടു നിൽക്കുന്ന പൊരുളാണ് ഏത്? ബ്രഹ്മം, അല്ലെങ്കിൽ നാലാമത്തെ അവസ്ഥയിലുള്ള ശരിക്കുള്ള ഞാൻ. അതറിയുമ്പോൾ ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്ന ഞാനാണ് ഈ ഞാൻ എന്നറിയുമ്പോഴത്തെ ഒരാനന്ദം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ എന്നാണ്. അത് വാസ്തവം പറയാച്ചാൽ എഴുത്തച്ഛൻ അത് അവനവൻ അനുഭവിച്ച പോലെ തന്നെയാണ് പറയണത്. അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ശക്തി, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ശക്തി ആണ് ശരിക്ക് നമ്മൾ. അതാണ് ശരിക്കും നമ്മൾ. അത് എപ്പോഴാണ് നമുക്ക് ആ പരമാത്മ ചൈതന്യം അല്ലെങ്കിൽ ആ ജ്യോതിസ്വരൂപമായിട്ടുള്ള പരബ്രഹ്മം തന്നെയാണ് ഞാൻ എപ്പോഴാണ് നമുക്ക് അനുഭവമാവണം വെച്ചാൽ അതിൻ്റെ ഒരു പറഞ്ഞാൽ തീരില്ല ആനന്ദം എന്ന്. ഇനിയിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ നാലാമത്തെ ശ്ലോകം കൂടിയും കഴിഞ്ഞാൽ ഇനി ഹരിശ്രീ ഗണപതയെ ഹരി ശ്രീ ഗണപതയെ നമ എന്നുള്ള പിന്നെ ഓരോ അക്ഷരം ഉപയോഗിച്ചിട്ട് അടുത്ത ശ്ലോകങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ എന്ന് തുടങ്ങും. അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ അതായത് ഇപ്പോൾ ഇതും പിന്നെ എന്താണ് ഹരിശ്രീ ഗണപതയെ നമ എന്നാണ് ഇനിയുള്ള ശ്ലോകങ്ങൾ. അത് കഴിഞ്ഞാൽ ശരിക്കുള്ള അക്ഷരമാല വെച്ചിട്ട് തുടങ്ങുന്നതാണ് എല്ലാ ശ്ലോകങ്ങളും. പിന്നെ അത് പിന്നെ എന്താണ് വിചാരിക്കുന്നുണ്ടാവും എഴുതിയപ്പോൾ എഴുത്തച്ഛനെ ഇത് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഉപയോഗിക്കാം. കാരണം അതുകൊണ്ടാണ് ഗണപതിയൊക്കെ വന്ദിച്ചിട്ടാണ് ഇനി അടുത്ത 5ാമത്തെ ശ്ലോകം തൊട്ട് പോണതേ. വളരെ ഇതിപ്പോൾ ആദ്യത്തെ 4 ശ്ലോകത്തിൽ വന്ദനവും പിന്നെ എന്തിനെപ്പറ്റി ഏത് വിഷയത്തിനെ പറ്റിയാണ് പറയണമെന്ന് വേണം പറഞ്ഞത്. എല്ലാ ശ്ലോകങ്ങളും ഇങ്ങനെയല്ല കേട്ടോ. ഇനി ലേറ്റർ കുറേ ശ്ലോകങ്ങളൊക്കെ വരുമ്പോൾ കുറേ കഥകളൊക്കെ അതിൽ വരും. അതായത് ഗജേന്ദ്രൻ്റെ കഥ,
പിന്നെ ഖട്ടുവാങ്കൻ്റെ കഥ, അങ്ങനെ പല കഥകളും നമ്മളിതിൻ്റെ കൂടെ ഓരോ ശ്ലോകത്തിലും വരും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി രസമാവും. ഇതിപ്പോൾ വെറും വേദാന്തം തന്നെയാണ്. പക്ഷേ ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വെറും വേദാന്തം അല്ലാതെ കഥകളിൽ കൂടി വേദാന്തം ഏകദേശം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ 4 ശ്ലോകം, വന്ദന ശ്ലോകം ഇതൊന്ന് ആ വിഷയം എന്തിനെ പറ്റിയാണ് പറയണമെന്നും കൂടി അദ്ദേഹം, അതായത് ഹരിനാമകീർത്തനത്തിൽ വിഷയം കൂടി ഇതിൽ പറഞ്ഞ് അങ്ങനെ 4 ശ്ലോകം കഴിഞ്ഞു. അപ്പം ഞാൻ ഈ 4ാമത്തെ ശ്ലോകം കൂടിയും ഒന്ന് വായിച്ച് ഇവിടെ ഇന്ന് നിർത്താട്ടോ. ആർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമള വാനന്ദമെന്തു ഹരിനാരായണായ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.